ഹായ് ഫ്രണ്ട്സ്, തായ്ലാൻഡ് ട്രിപ്പിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഫുക്കറ്റ് ടൈഗർ പാർക്കിലെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഏത് ടൈഗറിൻ്റെ കൂടെയാണ് ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ഉണ്ട്, സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്. ഞങ്ങൾ ചൂസ് ചെയ്തത് ഈ കാണുന്ന മീഡിയം സൈസ് ടൈഗറിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടിക്കറ്റൊക്കെ എടുത്തിട്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ അവർ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അവിടെ എത്തിയിട്ട് സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല, അതുപോലെ മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് അടിക്കാൻ പാടില്ല, അതിൻ്റെ കണ്ണിലോ മൂക്കിലോ ചെവിയിലോ മുഖത്തോ അങ്ങനെയൊന്നും തൊടാൻ പാടില്ല എന്നുള്ളത് അവർ പ്രത്യേകം നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. നല്ല പേടിയുണ്ടായിരുന്നു, നല്ല രീതിയിൽ ടെൻഷനും ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും ടൈഗർ തന്നെയല്ലേ. പക്ഷെ അതിനെന്താണെന്നറിയില്ല, ഞാൻ തൊടുമ്പോൾ അതിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മെല്ലെ തൊടുമ്പോൾ അതിങ്ങനെ വാലിട്ടിട്ട് ആട്ടിയും കൊണ്ടേ ഇരിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ അത് കാണുമ്പോൾ പേടി. അപ്പോൾ അയാൾ എന്നോട് പറയുന്നുണ്ട് സോഫ്റ്റായി തൊടണ്ട, നല്ല ഹാർഡായിട്ട് അമർത്തി തൊടാൻ പറയുന്നുണ്ട്. പക്ഷെ എനിക്കെന്തോ അമർത്തി തൊടാനൊരു പേടി. പക്ഷെ ഞാനങ്ങനെ സോഫ്റ്റായി തൊടുന്തോറും അതിങ്ങനെ വാലിട്ടിട്ട് ഇളക്കിയും കൊണ്ടിരിക്കുക. അപ്പോൾ ഹാർഡായി തൊടാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിന് മെനക്കെട്ടില്ല. ഞാൻ പറഞ്ഞു കണ്ടോ അതൊക്കെ ഒന്ന് അനങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ഉള്ള ധൈര്യം കൂടെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തൊടണ്ട, എനിക്ക് ഫോട്ടോ മാത്രം കിട്ടിയാൽ മതി, ഞാൻ ഫോട്ടോ എടുത്തിട്ട് വേഗം രക്ഷപ്പെടാമെന്ന്. അതിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് പ്രശ്നമില്ല, അത് പ്രതികരിക്കില്ല. പക്ഷെ അതിനെ വേദനിച്ചാൽ മാത്രമേ പ്രതികരിക്കുള്ളൂ. എന്നാലും ഒരു പേടി ഉള്ളതുകൊണ്ട് പിന്നെ എല്ലാവരും വിചാരിക്കും എന്തിനാ ഇപ്പോൾ ഇത്ര റിസ്ക് എടുത്തിട്ട് ഫോട്ടോ എടുക്കാതിരുന്നാൽ പോരെയെന്ന്. പക്ഷെ നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഒരു അപൂർവങ്ങളായ ഒരു ചാൻസ് അല്ലേ. അപ്പോൾ പിന്നെ വെറുതെ മിസ് ചെയ്യരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഫോട്ടോ എടുത്തത്. പിന്നെ എല്ലാവർക്കും ഈ പേടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതാണ്ടില്ലേ നല്ല ധൈര്യശാലിയായിട്ട് നിൽക്കുന്നത്, ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. എനിക്ക് കൂടുതൽ പേടിയാണെന്നുണ്ടെങ്കിൽ ഏട്ടന് കൂടുതൽ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒക്കെ ആയിരുന്നു. കണ്ടില്ലേ അതിൻ്റെ വാല് വരെ പിടിച്ചു വലിക്കുന്നത്. അത് അവിടെ ഇരുന്ന് കൊടുക്കുന്നുണ്ട്, അതിനൊരു പ്രശ്നമില്ല. അത് ഇതുപോലെ വേദനിച്ചാൽ മാത്രമാണ് അതിന് പ്രശ്നമുള്ളൂ. വേദനിക്കാത്ത രീതിയിൽ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ നേരെ പോയത് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ടൈഗർ നല്ല സുഖസുന്ദരമായിട്ട് നിദ്രയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മൾ പിന്നെ പോയത്. അവിടെയും പ്രത്യേകിച്ച് ഞാൻ കൂടുതൽ സാഹസികങ്ങളൊന്നും കാണിക്കാൻ വേണ്ടി നിന്നില്ല. അതിൻ്റെ സൈഡിൽ നിന്നിട്ട് തൽക്കാലം ഒരു യോയോ ഒക്കെ വിളിച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് മെല്ലെ വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഇവിടെ ധൈര്യശാലിയായ ആൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കണ്ടോ വാലൊക്കെ പിടിക്കുന്നു. ഇതൊന്നും പോരാണ്ട് കാലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താണ് നമ്മൾ വീട്ടിലോ നാട്ടിലോ ഒക്കെ വളർത്തുന്ന വല്ല പൂച്ചക്കുട്ടീനെ പോലെയായിരുന്നു സ്നേഹിച്ചിരുന്ന്. ഒരു പേടി ഉണ്ടായിരുന്നില്ല. ട്രെയിനറോട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഉറക്കത്തിലാണെങ്കിലും ഉറങ്ങുന്ന ഒരാളെ ഡിസ്റ്റർബ് ചെയ്താൽ അവർക്ക് ദേഷ്യം വരുമല്ലോ. പക്ഷെ അത് കൂളായിട്ട് ഭയങ്കര ഒരു പാവം പിടിച്ച ടൈഗറായിരുന്നു. മയങ്ങിക്കിടക്കുകയാണോ ഉറങ്ങിക്കിടക്കുകയാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അവിടെ നിന്നും വളരെ ധൈര്യശാലിയായിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമുക്കവിടെ കുറച്ചുകൂടെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങളിത് ഫുക്കറ്റിലെ ടൈഗർ പാർക്കിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പട്ടായയിൽ വേറെ ടൈഗർ പാർക്ക് ഉണ്ട്, നമ്മളവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ ഓൾറെഡി പോകാമെന്ന് പ്ലാൻ ആയതുകൊണ്ടാണ് അങ്ങോട്ട് പോകാതിരുന്നത്. അപ്പോൾ തായ്ലാൻഡ് പോകുന്ന ഒരുവിധം എല്ലാവരും ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കും. തായ്ലാൻഡ് പോലുള്ള രാജ്യത്ത് പോകുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, മൃഗങ്ങളുടെ കൂടെയൊക്കെ. എന്തായാലും നമ്മുടെ നാട്ടിലൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം നമുക്ക് വേറെ രാജ്യത്ത് പോയിട്ട് അത് സേഫായിട്ട് ചെയ്യാൻ പറ്റണതാണെന്നുണ്ടെങ്കിൽ, എത്ര പേടിയുള്ളവരാണെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ഒരു ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ടൈഗർ പാർക്കിലെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ വരുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ.